ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച മട്ടൻ കറിയാണ്. അതിനായി ഞാനിവിടെ ഒരു ബൗള് തേങ്ങ, ഒരു ബൗള് ഉള്ളി, പിന്നെ ഒരു ബൗള് ഉരുളക്കിഴങ്ങ്, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മീറ്റ് മസാല, കടുക്, കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയോ ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് നമ്മുടെ തേങ്ങയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി സെയിം ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മുടെ കടുക് പൊട്ടിച്ച് സവാളയെ വഴറ്റിയെടുക്കാം. ഒരു 3 സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ കടുക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണുള്ളത്. നമ്മുടെ സവാള ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കുമ്പോൾ സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഏകദേശം തണുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നന്നായി ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് നല്ല വാടി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തക്കാളിയെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. തക്കാളി വെന്ത് ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, വേവത്തില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ തക്കാളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗള് മീറ്റ് മസാലയിൽ 3/4 ഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ഭാഗം ഏകദേശം ഒരു വലിയ സ്പൂണിൽ 3 സ്പൂൺ വരും. അത് നന്നായിട്ട് എണ്ണക്കകത്ത് വഴറ്റി മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ പേസ്റ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങ എല്ലാ ഭാഗത്തും പിടിച്ച് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കറിയിലോട്ട് നമ്മുടെ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ മട്ടനകത്ത് ഗ്രേവി നന്നായിട്ട് കുറവാണ്. നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കുറച്ച് സമയത്തൊന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ മട്ടൻ്റെ പീസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി ഉപ്പ് നോക്കിയതാണ്. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീരെ ഗ്രേവി ഇല്ലാതെ ആണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ അരപ്പ് റെഡിയാക്കിയ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടമായെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.